എറണാകുളം കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷം. ഇന്നലെ പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്ന് കർഷകർ പറയുന്നു. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന കൂവക്കണ്ടം ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക നാശനഷ്ടമുണ്ടാക്കിയത്. 200ഓളം വാഴകൾ, 1 ഏക്കറോളം പൈനാപ്പിൾ കൃഷി, 500ഓളം ചക്ക എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നും നഷ്ടപരിഹാരമടക്കം ലഭ്യമാക്കണമെന്നുമാണ് കൃഷിയുടമ ആവശ്യപ്പെടുന്നത്. 100 വാഴ വെച്ചതിൽ ഒരു 200 വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ 1 ഏക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. പ്ലാവിൻ്റെ തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട്. ആ തോട്ടത്തിലെ കംപ്ലീറ്റ് ഒരു 500 ചക്കെങ്കിലും ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പം ഇത്രയും ഇത് കംപ്ലീറ്റ് ഫെൻസിങ് ചെയ്ത് ഫെൻസിങ്ങിലേക്ക് മരം മറിച്ച് അടിച്ച് ആ ഫെൻസിങ് എല്ലാം നശിപ്പിച്ചു. കയ്യാലകൾ മുഴുവൻ ചവിട്ടി നിരപ്പാക്കി. ഇതിൻ്റെ നഷ്ടം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുന്നിരിക്കുന്നത്. വനം വകുപ്പിൽ നിന്ന് അതിൻ്റെ ഇത് വേണം, സർക്കാരിൽ നിന്ന് അതിൻ്റെ സഹായം കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. നാശനഷ്ടം സംഭവിക്കുന്ന കർഷകർക്ക് ആനുപാതികമായ തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഇടപെടലുകൾ ആവശ്യമാണെന്ന് ജനപ്രതിനിധികളും പറയുന്നു. വലിയൊരു നഷ്ടമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പോൾ ഫെൻസിങ് അടക്കം ചെയ്തിട്ടും ഇപ്പോൾ ആന മരം മറിച്ചിട്ടുകൊണ്ട് ഇതിലകത്ത് കയറി നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് എപ്പോഴും പറയുമ്പോഴും കർഷകർ കൃഷി ചെയ്യാതിരിക്കാനുള്ള മാർഗം എങ്ങനെയാണെന്നുള്ളതാണ് സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വന്യജീവികൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ. കാട്ടാനയുടെ ആക്രമണത്തിൽ ഫെൻസിംഗ് കയ്യാലകൾ ഉൾപ്പെടെ നശിച്ചതിനാൽ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. ജനങ്ങളുടെ ജീവനും കൃഷിയും സുരക്ഷിതമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നതാണ് ഉയരുന്ന ആവശ്യം. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.